ഹായ് വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നൊരു വീക്കെൻഡ് വ്ളോഗ് അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ഒരു സാറ്റർഡേ മോർണിംഗ് ഞാൻ പതുക്കെ ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റ് ഒന്ന് സമാധാനമായിട്ട് നടക്കുകയാണ്. സാധാരണ മൺഡേ ടു ഫ്രൈഡേ ഞാൻ നേരത്തെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും രാവിലെ എഴുന്നേറ്റ ഉടനെ വിളക്ക് കത്തിച്ച് മെഡിറ്റേഷൻ, പിന്നെ എനിക്ക് സെഷൻസ് ഉണ്ടാവും, ഡാൻസ് ക്ലാസ് ഉണ്ടാവും, അങ്ങനെ എഡിറ്റിംഗ് ഉണ്ടാവും, ധൃതി പിടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു ദിവസമാണ്. സാറ്റർഡേ സൺഡേ ഞാൻ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ട് വീട്ടിലെ ഓരോ കാര്യങ്ങളും പയ്യെ പയ്യെ ചെയ്യുന്നൊരു ദിവസമാണ് കേട്ടോ. അന്ന് എനിക്ക് സെഷൻസ് ഒന്നും വെച്ചിട്ടില്ല, എഡിറ്റിങ്ങും ചെയ്യാറില്ല, ഓരോ കാര്യങ്ങളും ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യും. ബാക്കി ദിവസങ്ങളിൽ ഞാൻ അത്ര സ്പീഡൊന്നും അല്ല, എന്നാലും ഇന്ന് പതുക്കെ എല്ലാം ഇങ്ങനെ ചെടികളും ഒക്കെ ഒന്ന് സമാധാനമായിട്ടെല്ലാം നോക്കുകയാണ്. ഈ സൈക്കിളിൽ നടുക്കിരിക്കുന്ന ചെടി ഇങ്ങനെ തൂങ്ങി തൂങ്ങി അങ്ങ് വരികയാണ്. അപ്പം ഞാനതൊന്ന് നടുക്കോട്ടാക്കി, പിന്നെ അതിലെ പഴുത്ത ഇലകളൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞു. ഈ സൈഡിൽ ഇരിക്കുന്ന ഇതിനകത്ത് ഇങ്ങനെ നല്ല ഡാർക്ക് ഗ്രീനാണ് ഇലകൾ. അപ്പം നടുക്കതിൻ്റെ ലൈറ്റ് ഗ്രീൻ ഇല വന്ന് തുടങ്ങിയപ്പം നല്ല ഭംഗിയായിരുന്നു, സെപ്പറേറ്റ് കിളിന്തില വന്ന് തുടങ്ങിയപ്പോഴേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുറത്തുനിന്ന് ഓർഡർ ചെയ്തു. എനിക്ക് ചൗ ബാത്ത് കഴിക്കാനായിട്ട് കുറേ നാളായി ഭയങ്കര ആഗ്രഹം. അപ്പം ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ഒന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ചൗ. ഇന്നൊന്നും പുറത്തെങ്ങും പോകുന്നില്ല, ഉച്ചയ്ക്ക് കഴിക്കാൻ പുറത്ത് പോകുന്നില്ല. സാധാരണ ഇടയ്ക്ക് ഞങ്ങൾ സാറ്റർഡേ പോകാറുണ്ട്, ഇന്നെങ്ങും പോകുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചൗ ബാത്ത് അറിയാമല്ലോ അല്ലേ, നമ്മുടെ ഉപ്പുമാവ് കുഴഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ കേസരി, പിന്നെ ചട്നി, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് വലിയ ഇഷ്ടമായി ചൗ ബാത്ത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം പാത്രങ്ങൾ. എനിക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് അയച്ചു തന്ന ട്രൈ സ്റ്റീൽ മൾട്ടി കുക്കർ പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ പോട്ടാണ് കേട്ടോ. അതും പിന്നെ ഒരു 3 സെറ്റ് ബൗൾസുമാണ്. ഇൻഡസ് വാലി നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല പ്രീമിയം ക്വാളിറ്റി സ്റ്റീലാണ് അവരുടേത്. അയൺ പോട്ട്സും ഒക്കെ ഉണ്ട്. ഇതിപ്പം സ്റ്റീൽ പാത്രങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്ത് എടുത്തത്. ഇത് രണ്ടും ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇൻഡസ് വാലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ക്വാളിറ്റി ഓഫ് പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ. ആ ഒരു ട്രസ്റ്റും അവരുടെ റേറ്റിങ്ങും തന്നെയാണ്. അപ്പം ആദ്യം ഈ ഒരു ട്രൈ സ്റ്റീൽ മൾട്ടി കുക്കർ പോട്ടാണ്. ഇതിന് 3 ലെയർ ട്രൈ പ്ലൈ ബോട്ടമാണ്. അടിവശം നല്ല കട്ടിയാണ്. നമുക്ക് നോർമൽ ഒരു ബിരിയാണിയോ കറികളോ ഒക്കെ ഉപയോഗിക്കാം. അതിന് ഒരു അടപ്പുണ്ട്, അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല ഈസിയാണ്. നല്ല കട്ടിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ അടി പിടിക്കുകയോ ഫുഡ് കരിഞ്ഞുവോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. നല്ല ഈവനായിട്ട് ഹീറ്റ് ആവുകയും ചെയ്യും. ഫുഡ് നല്ല എളുപ്പത്തിൽ കുക്കാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ പാത്രങ്ങളൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. പിന്നെ ഈ സ്റ്റീമറിനകത്ത് നമുക്ക് ഇലയുടെ ഉണ്ടാക്കാം, കോഴിക്കട്ട ഉണ്ടാക്കാം. നല്ല ക്വാണ്ടിറ്റി, തമ്മിൽ ഒട്ടിപ്പിടിക്കുക, നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റിയിൽ എല്ലാം ഉണ്ടാക്കാം. അപ്പം സ്ക്രാച്ച് ആൻഡ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഒറ്റ കുക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഈ ഒരു കുക്കർ യൂസ് ചെയ്യാം. കറികൾ ഉണ്ടാക്കാം, അല്ലാതെ സ്റ്റീമറായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു സംഭവം മതി നമ്മുടെ വീട്ടിൽ. ഇത് NABL ലബോറട്ടറി അപ്രൂവ്ഡ് ആണ് കേട്ടോ, സർട്ടിഫൈഡ് സംഭവമാണ്. നെക്സ്റ്റ് വരുന്നത് 100% ടോക്സിൻ ഫ്രീ പ്രീമിയം ക്വാളിറ്റി ട്രൈ സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ മിക്സിംഗ് ബൗളാണ്. ഇത് 3 പീസ് വരുന്നുണ്ട് കേട്ടോ, പല പല സൈസിൽ 3 പീസ് വരുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ ഇളക്കാനായിട്ട് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യാം. ചിക്കനോ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിലോ ഫ്രിഡ്ജിലൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കറികൾ സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പല യൂസിന്, സാലഡ് അരിഞ്ഞ് വെക്കാൻ യൂസ് ചെയ്യാം, ഫ്രൂട്ട്സ് അരിഞ്ഞ് വെക്കാൻ യൂസ് ചെയ്യാം. പല യൂസ് ഉണ്ട്. ഇങ്ങനത്തെ സ്റ്റീൽ ബൗൾ എന്തിനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഈ ഇൻഡസ് വാലിയുടെ പാത്രങ്ങളെല്ലാം 100% ഫുഡ് സേഫും ഒരു കെമിക്കൽ കോട്ടിങ്ങും വരുന്നില്ല. പിന്നെ ഫുഡുമായിട്ട് റിയാക്റ്റീവ് അങ്ങനത്തെ ഒരു പ്രോബ്ലവും ഇല്ല കേട്ടോ. നിഷ 12 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഈ പാത്രങ്ങൾ മേടിക്കാൻ 12% ഡിസ്കൗണ്ട് കിട്ടും. ഞാൻ ലിങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്യണം. അപ്പം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന നല്ല ക്വാളിറ്റി പാത്രങ്ങളാണ് കേട്ടോ. ഇനി ഞാനൊരു സൂത്രം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി 1/2 കിലോ ചിക്കൻ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ കഴുകുന്നത് കണ്ടില്ലേ. അത് ഇപ്പം കാണിച്ച ആ പാത്രത്തിൻ്റെ ആ അടിയിലത്തെ ഞാൻ ചിക്കൻ കറി ബിരിയാണിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ, അതിനകത്തോട്ട് 1/2 കിലോ ചിക്കൻ ഇട്ടു, വെള്ളം ഒഴിച്ചു. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ബോൺലെസ് ചിക്കനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഇവിടെ ബോണുള്ള ചിക്കനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് മെനക്കേടാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം ഉണ്ടാക്കാനായിട്ട്. ഇനിയും ആ ചിക്കനിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും, ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, അങ്ങനെ പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നുമില്ല. ഒരു മീഡിയം കഷ്ണം, ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചി, 1/2 കിലോ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ. പിന്നെ കുറച്ച് പെപ്പർ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അടിയിൽ പിടിക്കാതിരിക്കാനുള്ള വെള്ളമാണ്. അത്രയും ചേർത്ത് ആ ചിക്കൻ ഒരു 15-20 മിനിറ്റ്
കുരുമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിക്കുക. ദേ ചിക്കൻ ഇങ്ങനെ ആ പാത്രം നേമല്ലേ, നല്ലൊരു ക്വാളിറ്റി പാത്രമായതുകൊണ്ട് അടപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതേപോലെ കുക്ക് ചെയ്യാനും യൂസ് ചെയ്യാം. അങ്ങനെ ചിക്കൻ ഇരുന്ന് വേകുകയാണ്. ആ സമയത്ത് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചായിരുന്നു. ഇനിയും 2 ബുൾസൈ ഉണ്ടാക്കി വെച്ചു. ആ ബുൾസൈ മിക്സിയിലിട്ട് അടിക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി ഒരു ടേബിൾ സ്പൂണോളം ഏതെങ്കിലും ഓയിൽ, ഒന്നെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഇതിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ. ഞാൻ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു മയണീസ് പോലൊരു സംഭവം ഉണ്ടാക്കിയെടുക്കലാണ്, ഒരു സോസ് ഉണ്ടാക്കിയെടുക്കൽ. അപ്പം ഇനിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത് ബ്രൗൺ ഷുഗറാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനിഗർ. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സിയിൽ ബീറ്റ് ചെയ്തെടുത്തു. അങ്ങനെ ഒരു സോസ് ഉണ്ടായി. മയനീസാണിത്. അപ്പം 2 ബുൾസൈ എല്ലാം കൂടി ഇട്ട് അടിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു മയനീസ് കിട്ടും. അത് മാറ്റി വെച്ചു. ഇനിയും വെന്ത ചിക്കനിൽ നിന്ന് ബോൺ മാറ്റിയെടുത്ത് അതൊന്ന് മിക്സിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ബോൺലെസ് ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് അബദ്ധം പറ്റിയെന്ന്. യൂഷ്വലി ബോൺലെസ് ആണ് എളുപ്പം. ഇനിയും ആ ബോൺ മാറ്റി വെച്ചിട്ട്, ഇതാകുമ്പോൾ കുറച്ച് ചിക്കനെ നമുക്ക് കിട്ടത്തുള്ളൂ. ബോൺലെസ് ആണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. ഇതിപ്പോൾ വെന്ത് വരുമ്പോൾ ഇച്ചിരി ചിക്കൻ കാണത്തുള്ളൂ. ഇനി ഞാൻ പറഞ്ഞില്ലേ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, സവോള, ഇത്രേ ഉള്ളൂ. പിന്നെ ക്യാബേജ്. ഇതെല്ലാം കൂടെ നമ്മുടെ നേരത്തെ മിക്സിംഗ് ബൗൾ കാണിച്ചില്ലേ, അതിനകത്ത് ചെറിയ മിക്സിംഗ് ബൗളിൽ നിന്ന് വലിയ മിക്സിംഗ് ബൗളിലോട്ട് ചിക്കന്, ഈ സോസ്, വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച്. ഈ സോസും ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇനി ഇതെന്ന് പറയുന്നത് റൈസ് പേപ്പർ റോൾസ്. കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു സംഭവം? ഇത് ഈസിയാണ് കേട്ടോ സ്നാക്കൊക്കെ ഉണ്ടാക്കാനായിട്ട്. റൈസ് പേപ്പർ റോൾസ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കേട്ട് റൈസ് പേപ്പർ റോൾസ്. അപ്പം ഇത് ഇതേപോലെ പെട്ടെന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം. ഒരു 10 സെക്കൻഡ് കൂടുതൽ വെള്ളത്തിൽ മുക്കിയെടുത്താൽ അതിങ്ങനെ വഴ കുഴഞ്ഞു പോകും. അപ്പം വേഗം ഇതേപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഒരു പ്ലേറ്റിൽ വെള്ളം വെക്കുക, ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉദ്ദേശം നമ്മളിങ്ങനെ മൈദ വെച്ചിട്ട് പാൻ കേക്ക് ഉണ്ടാക്കത്തില്ലേ, അതിന് പകരം ഇതേപോലെ റൈസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പം കുറച്ചുകൂടെ ഹെൽത്തിയർ വേർഷനാണെന്നാണ് പറയപ്പെടുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ് കേട്ടോ, അതുകൊണ്ട് അത്ര വലിയ കോൺഫിഡൻ്റ് അല്ല. എന്നിട്ട് റൈസ് പേപ്പർ വേഗം ഒരു കട്ടിംഗ് ബോർഡിലോട്ട് വെള്ളം വെക്കുക. അതിനകത്തോട്ട് ഈ ഫില്ലിങ് വെക്കുക. ഈ ഫില്ലിങ് ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് പക്കയാണ്. ഞാൻ സാൻഡ്വിച്ചിൽ എപ്പോഴും ഉണ്ടാക്കുന്നൊരു ഫില്ലിങ്ങാണ്. സൂപ്പർ ടേസ്റ്റി ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫില്ലിങ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ ഈ റൈസ് പേപ്പർ ഇങ്ങനെ നമ്മൾ നോർമൽ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്ന പോലെ റാപ്പ് ചെയ്യുക. ഇത് ഞാൻ ഒന്നുകൂടെ ക്ലോസപ്പിൽ കാണിക്കാം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രയൽ ആയതുകൊണ്ട് കോൺഫിഡൻസ് കുറവായതുകൊണ്ട് ഞാനൊന്ന് ദൂരെ നിന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി ഞാനടുത്ത് ക്ലോസപ്പിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കുക. പെട്ടെന്ന് മുക്കണം. ഇങ്ങനെ നമ്മൾ കുറേ നേരം മുക്കിയാൽ അതിങ്ങനെ വഴ ആയി പോകുന്ന സംഭവം ആയതുകൊണ്ട് വേഗം മുക്കി ഒന്ന് കുടഞ്ഞെടുക്കുക. ഇതേപോലെ ബോർഡിൽ വെക്കുക. 1 ടേബിൾ സ്പൂണോളം ഫില്ലിംഗ് വെക്കുക. ഞാൻ പറഞ്ഞാലോ എൻ്റെ ഫില്ലിംഗ് എക്സലൻറ്റ് ടേസ്റ്റാണ്. ഞാൻ നല്ല 100% കോൺഫിഡൻസോടുകൂടി ഈ ഫില്ലിങ് നിങ്ങൾക്ക് കുട്ടികൾക്ക് ബ്രെഡിനകത്തൊക്കെ വെച്ചിട്ട് വെറുതെ കൊടുത്തയക്കാൻ നല്ലതാണ്. ഈ ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ചാൽ 2-3 ദിവസത്തേക്ക് സ്കൂൾ ടിഫിൻ, ഓഫീസ് ടിഫിൻ ഒക്കെ റെഡിയാണ്. എന്നിട്ട് ഇതേപോലെ റാപ്പ് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. ഇതിനകത്ത് വേറെ നമ്മളൊന്നും തേക്കണ്ട, കാരണം ഇത് കുഴഞ്ഞിരിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് വേറെ ഒന്നും പുരട്ടേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെ തന്നെ മടക്കി വെച്ചാൽ മതി. നമ്മൾ സാധാരണ മറ്റേതിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുരട്ടി വെക്കണ്ടേ, ഒട്ടാനായിട്ട്. ഇതൊന്നും തേക്കണ്ട, അങ്ങനെ തന്നെ ഒട്ടിക്കോളും, ഒട്ടാൻ പ്രശ്നമല്ല. എന്നിട്ട് ഇതേപോലെ സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് കൂടുതൽ സ്റ്റീം ചെയ്യരുത്. പക്ഷേ സ്റ്റീം ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 2 പ്രാവശ്യം റാപ്പ് ചെയ്യണമായിരുന്നു. എനിക്കൊരു അബദ്ധം പറ്റി. രണ്ട് റാപ്പ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാകും കേട്ടോ. ഇതിൻ്റെ പൊട്ടിപ്പോയി. അപ്പം അതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കുമല്ലോ. ഞാനിത് അമ്മയ്ക്ക് കൊടുത്തയക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ. കുറച്ച് പൊട്ടിയേ. അപ്പോൾ നിങ്ങളെന്നെ ചെയ്യുമ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. 2 സ്പ്രിംഗ് റോളല്ല, 2 റൈസ് പേപ്പർ റാപ്സ് എടുത്ത് റാപ്പ് ചെയ്യുക. അപ്പം പൊട്ടാതെ കിട്ടും. അത് നല്ലതായിരിക്കും. പിന്നെ അത് പിന്നെ പറയാം, വീഡിയോയുടെ ലാസ്റ്റ് പറയാം. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ സ്റ്റീമറും നല്ലതാണ്. നല്ലതായിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ പിന്നെ ഒന്നെങ്കിൽ ബേക്കിംഗ് പേപ്പർ അതിൻ്റെ താഴെ ഇട്ട് ബേക്കിംഗ് ഷീറ്റിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്താലും കുറച്ചുകൂടെ എളുപ്പമായിട്ട് ഇളക്കിയെടുക്കാനും പറ്റും. ഇത് അമ്മയുടെ തന്നെ പാത്രം. അമ്മ എനിക്ക് ഏതാണ്ട് കൊടുത്തയച്ചല്ലോ, മറന്നുപോയി. ഏതാണ്ട് ഒരു സാധനം കൊടുത്താണ്ട് ഇങ്ങനെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഇതേപോലെ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് ഇതേപോലെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ വൈകുന്നേരം മുരളിയേട്ടന് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുത്തയക്കുവാണ്. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രീസറിലല്ല, വൈകുന്നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണ്.
ഞാൻ അമ്മയായിട്ട് കഴിഞ്ഞ ദിവസം ലുലു പോയില്ലേ, അപ്പോൾ അമ്മ ഇങ്ങനെ പ്രസ്റ്റീജിൻ്റെയും ഇതിൻ്റെയൊക്കെ പാത്രങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇൻഡസ് വാലിയുടെ ഉപയോഗിക്കാത്ത ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് മാറ്റി വെച്ച പാത്രങ്ങൾ 1-2 ഇരിപ്പുണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞു, മേടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് ഒരു അയൺ കടായും ഒരു സ്റ്റീലിൻ്റെ കടായും കൊണ്ടുപോവാണ്. അവൻ അതും എടുത്തു. അമ്മയ്ക്ക് മറ്റേ നമ്മുടെ റൈസ് പേപ്പർ റോളും കൊണ്ട് ഞാൻ അമ്മയുടെ ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. അവിടെ എത്തി കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് ചോറിനുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അമ്മയുടെ ഹെൽപ്പ് ചേച്ചി മിനി ചേച്ചി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത്. ഇതിപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ. മുരളിയേട്ടൻ കളിക്കാൻ പോയി, ടി കളിക്കാൻ പോയി. ഇനിയും ഞാൻ വേറൊരു സംഭവം കാണിക്കാം. ഇതെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിന് കുറേ ഫിക്സിംഗ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഞാനേ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ചില ദിവസം ഇങ്ങനെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് പുകയ്ക്കാറുണ്ട്. അത് എന്തോ പുകയ്ക്കാൻ നേരത്ത് കാണിക്കും. ഇതിൻ്റെ ഫിക്സിങ് എളുപ്പമായിരുന്നു, അങ്ങനെ പ്രതീക്ഷയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ തിരുക്കി കയറ്റാനേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പിടി ഇങ്ങനെ തിരികെ കയറ്റണം. ഇത് ഇങ്ങനെ ഒരു അയൺ ഓർ സ്റ്റീൽ, അയൺ മെറ്റലാണ്, എന്താണ് എനിക്ക് മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ഓൺലൈൻ മേടിച്ചാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. എല്ലാം ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. ഇത് ഞാൻ ടാഗ് ചെയ്തേക്കാം, മറ്റേ ഇൻഡസ് വാലിയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഞാൻ ടാഗ് ചെയ്യാം ലിങ്ക് കേട്ടോ ഇതിൻ്റെയൊക്കെ. അപ്പം പിന്നെ അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം, അത് പോയിക്കുമ്പോൾ കാണിക്കാം. ഇനി അടുത്തത് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ്സ് ഒന്ന് അടുക്കാൻ പോവാണ്. അപ്പം ഹാൻഡ് ബാഗ് ഓർഗനൈസറും ഞാൻ മേടിച്ചായിരുന്നു. ഹാൻഡ് ബാഗ് എല്ലാം കൂടെ ഇങ്ങനെ കബോർഡിൻ്റെ ഒരു റാക്കിൽ ഇങ്ങനെ വെച്ച് എനിക്ക് ഒരു പ്രാവശ്യം എന്തെങ്കിലും വേണമെങ്കിൽ കണ്ടാൽ ഇപ്പോൾ എടുത്തോളം ഒരെണ്ണം താഴോട്ട് പോകും. അങ്ങനെയാണ് എൻ്റെ സ്ഥിരം പരിപാടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹാൻഡ് ബാഗ്സ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് അടുക്കി വെക്കാം. ഒരു ഹാൻഡ് ബാഗ് ഓർഗനൈസർ മേടിച്ചു. ഇതിനകത്ത് 6 എണ്ണമാണ് നോർമലി കൊള്ളുക. പക്ഷെ നമുക്ക് ഒരു റാക്കിൽ 2 എണ്ണമൊക്കെ കയറ്റാം. അങ്ങനെ ഒരു 8 എണ്ണം 9 എണ്ണമൊക്കെ വേണമെങ്കിൽ കൊള്ളിക്കാം. താഴത്തെ റാഗ്സ് നമ്മുടെ ടോട്ട് ബാഗ്സ് ഒക്കെ വെക്കാനായിട്ട് കുറച്ച് വലിയ റാഗ്സാണ്. മുകളിലത്തെ അതിലും ചെറിയ റാഗ്സ്. അപ്പം വലിയ ബാഗ്സൊക്കെ ഞാൻ താഴെ വെച്ചു. അപ്പം എല്ലാ ബാഗിലും സാധനങ്ങളില്ലല്ലോ. അപ്പം സാധനങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ബാഗ് ചെറുതായിട്ടിരിക്കുകയാണ്. അപ്പം അതിനകത്തൊക്കെ നമുക്ക് 2 ബാഗ്സ് വെച്ചിട്ട് കയറാം. പക്ഷേ എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഹെവി ആയിട്ട് എനിക്ക് തോന്നി. ഇത് പൊക്കി മുകളിൽ കയറ്റൽ എനിക്കൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ കയറ്റാൻ എളുപ്പമായിരുന്നു. 2 സൈഡും കാലിയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. ആ നീളവും വീതിയൊന്നും പ്രശ്നമല്ല. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഇത് മുകളിലോട്ട് ഒന്ന് തൂക്കി ഇട്ടു. തൂക്കാനാണ് ഞാൻ കുറച്ച് പാടുപെട്ടത്. കാരണം കുറച്ചധികം ഹൈറ്റ് ഉണ്ടല്ലോ മുകളിലത്തെ ആ ഒരു റോഡിന്. അപ്പോൾ കുറച്ച് വെയിറ്റും ഉണ്ടായിരുന്നു. ഇത്രയും ബാഗ് ഞാനൊരു 10 ബാഗോളം ഇട്ടു എന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് വെയിറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ തൂക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ പക്ഷേ നല്ല ഒരു സ്പേസ് റെഡ്യൂസിങ് സംഭവമായിട്ട് എനിക്ക് കണ്ടോ. എൻ്റെ താഴത്തെ റാക്ക് ഫുള്ളായിട്ട് കാലിയായി ആ ബാഗ് വെച്ചിരുന്നത്. പിന്നെ 2 ലെതർ ബാഗ്സ്, അത് കുറച്ച് ബ്രാൻഡഡ് ബാഗ്സാണ്. അത് ഞാനിങ്ങനെ ഈ ഒരു ക്ലോത്ത് ബാഗിനകത്ത് കവർ ചെയ്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ അത് അങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്. ഒരെണ്ണം കോച്ചിൻ്റെ ബാഗ്, ഒരെണ്ണം ഹൈ ഡിസൈൻ്റെ ബാഗ്. ഹൈ ഡിസൈൻ്റെ വേറൊരു ബാഗ് ഇതിനകത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. അത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഹൈ ഡിസൈൻ ബാഗാണ്. അപ്പം ഈ 2 അധികം യൂസ് ചെയ്യാത്ത നമ്മൾ കുറച്ച് ഫങ്ഷൻസോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഈവൻസിലൊക്കെ കൊണ്ടുപോകുന്ന ബാഗ്സ് ഞാൻ തൂക്കിയിട്ടു. പൊതിഞ്ഞു വെച്ചു. ഇനിയും അടുത്ത പുകയ്ക്കൽ പരിപാടി ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞില്ല ലാസ്റ്റ്, അതാണിത്. ഇത് ഞാൻ വിളക്ക് കത്തിക്കുന്ന തിരിയില്ലേ, അത് ഞാൻ അന്നുള്ള തിരി ഞാൻ രാവിലെ 5 തിരി കത്തിക്കും, വൈകിട്ട് 2 തിരി കത്തിക്കും. പിന്നെ എന്നും നെയ്യ് വിളക്ക് രാവിലെയും വൈകിട്ടും കത്തിക്കാറുണ്ട്. എന്നിട്ട് തിരി എപ്പോഴും ഓരോ പ്രാവശ്യവും ഞാൻ ആ തിരി മാറ്റുകയാണ്. അപ്പോൾ കളയാറില്ല, വേസ്റ്റ് കളയാറില്ല. ആ തിരി എടുത്ത് ഇതേപോലെ ഈ ഒരു സാധനത്തിനകത്ത് ഇട്ട് വെക്കും. എന്നിട്ട് അത് ആഴ്ചയിലൊരിക്കൽ ഇതേപോലെ കർപ്പൂരവും കൂടി ഇട്ട് പുകയ്ക്കും. മിക്കപ്പോഴും വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയാണ് എൻ്റെ പുകയ്ക്കൽ പരിപാടി. വെള്ളിയാഴ്ച പുകച്ചില്ലെങ്കിൽ അത് ശനിയാഴ്ച പുകയ്ക്കും. ഒരാഴ്ചയാകുമ്പോൾ ഇതേപോലെ നിറച്ച് തിരി ഉണ്ടാവും. അതൊരു 2-3 കർപ്പൂരം ഇട്ട് ഇതേപോലെ വീട് ചുറ്റിനും പുകച്ചുകൊണ്ട് നടക്കും. അങ്ങനെ പുകയ്ക്കാനാണ് ഞാൻ ഈ ഒരു സംഭവം വേണ്ടത്. നേരത്തെ ആദ്യം ഞാൻ ആ തിരി ഇട്ട് വെച്ചിരുന്ന ചട്ടിക്കകത്ത് തന്നെ പുകച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇതിനകത്ത് പുകയ്ക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് എനിക്ക് പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. അങ്ങനെ അപ്പം നമുക്കൊരു വീട്ടിനകത്തൊരു ഗണപതി ഹോമം ചെയ്യുന്നൊരു എഫക്റ്റ് എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി കിട്ടും അത് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് എൻ്റെ വളരെ ഒരു ഹാപ്പി ന്യൂസ് ഞാൻ ഷെയർ ചെയ്യാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ കോച്ചിങ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഞാൻ സ്പെഷ്യലൈസേഷൻ ചെയ്യുവാന്ന്. അങ്ങനെ ഞാനൊരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കേഷനിലും കൂടെ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞേക്കാണ്. ഇപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഒരു റിലേഷൻഷിപ്പ് എക്സ്പേർട്ടും കൂടെ ആയിരിക്കണം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനും എന്നെ സമീപിക്കാം. എന്ത് ടൈപ്പ് കേട്ടോ, പേരൻ്റൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, കപ്പിൾ,
കപ്പിൾ അങ്ങനെ എന്ത് ഇഷ്യൂസ് നമുക്ക് എന്ത് ടൈപ്പ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഞാൻ ഡീൽ ചെയ്യാൻ റെഡിയാണ്, കോൺഫിഡൻ്റ് ആണ്. അതിൻ്റെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നൊരു സംഭവമാണ് കേട്ടോ, ഇങ്ങനെ ഓരോ കോഴ്സ് ചെയ്യുമ്പം. പിന്നെ നമ്മുടെ ആ ഒരു റൈസ് പേപ്പർ റോളില്ലേ, അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ കുറച്ച് ക്രിസ്പിയായി, അങ്ങനെ മുരളിയേട്ടന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നു കേട്ടോ. ആക്ച്വലി സ്റ്റീം ചെയ്യുന്നതിന് നമ്മുടെ മൊമോസ് ഇപ്പോൾ സ്റ്റീം ചെയ്താലും ഫ്രൈഡ് മൊമോസ് തമ്മിലുള്ള സെയിം ഡിഫറൻസ് അത്രേ ഉള്ളൂ. സ്റ്റീംഡ് മൊമോസ് ഇഷ്ടമുള്ളവരുണ്ട്, ഫ്രൈഡ് മൊമോസ് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പം സ്റ്റീമിന് വേറൊരു ടേസ്റ്റ്, ഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്തില്ല, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ജസ്റ്റ് സ്പ്രേ ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാം, കമൻറ്റ്സ് പറയാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.